വെള്ളവും തീയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക, പകലും രാത്രിയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ആലോചിക്കണം നമ്മള്. റഷ്യയും അമേരിക്കയും ചങ്ങാതിമാരാവുകയാണ്. ആരാണ് റഷ്യ എന്ന് പറഞ്ഞാൽ, ആരാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യം ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്ത രാജ്യമാകുമ്പോ മറ്റൊരു രാജ്യം സോഷ്യലിസത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ രാജ്യമാണ്. എങ്ങനെയാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒന്നിക്കുന്നത്? പക്ഷേ ഇരകള് മുസ്ലിം ആകുമ്പോ, ശത്രുക്കള് മുസ്ലിം ആകുമ്പോ അവിടെ ക്യാപിറ്റലിസവും സോഷ്യലിസവും എന്ന ഉപാധിയില്ല, രാത്രിയും പകലും എന്ന ഉപാധിയില്ല, തീയും വെള്ളവും എന്ന ഉപാധിയില്ല. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ കരിവാരിത്തേക്കാൻ, മുസ്ലിമീങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ലോകത്തുള്ള ശക്തികളെല്ലാം ഒരുമിച്ച് കൂടാനുള്ള കാരണം നിങ്ങൾ ഖുർആനിൽ നിന്ന് മാറി നിന്നില്ലേ? ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താറുണ്ടോ? ഖുർആൻ ഓതാൻ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ സമയം കണ്ടെത്താറുണ്ടോ? ഒരാഴ്ചയിൽ 4 ഖത്തം തീർക്കുന്ന ആളുകൾ ഇന്നും കേരളക്കരയിൽ ജീവിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ 2 ഖത്തം തീർക്കുന്നവര്, ഒരാഴ്ചയിൽ 4 ഖത്തം തീർക്കുന്നവര് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോ ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസം ഒരു ജുസ് ഓതാനുള്ള സന്മനസ് നീ കാണിക്കാറുണ്ടോ? അരമണിക്കൂർ ചെലവഴിച്ചാൽ പോരെ? എന്നാൽ 24 മണിക്കൂറിൽ 16 മണിക്കൂർ സോഷ്യൽ മീഡിയകളുടെ സോഷ്യൽ സൈറ്റിന്റെ മുന്നിൽ നീ ചെലവഴിക്കുമ്പോ റബ്ബിനോട് എന്ത് സമാധാനമാണ് പറയുക? മൊബൈൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് കാമുകന്മാരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ നിന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുമ്പോ ആരോഗ്യം തന്ന റബ്ബ്, മൊബൈൽ തന്ന റബ്ബ്, ആയുസ് തന്ന റബ്ബ്, ഭക്ഷണം നൽകിയ റബ്ബ്, സമ്പത്ത് നൽകിയ റബ്ബ്, അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ്, ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ജുസ് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ല. അത് തന്നെയാണ് നമ്മുടെ നാശം. ലോകം നമ്മൾക്കെതിരെ തിരിയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്ത് നബി പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ പോയാൽ അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഏതൊക്കെ 2 കാര്യം? ഏതൊക്കെ 2 കാര്യം? ഏതൊക്കെ? ഒന്ന് ഖുർആനാണ്, മറ്റേത് സുന്നത്താണ്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തേത് സുന്നത്താണ്. ഈ ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ. എന്റെ ശേഷം നിങ്ങളാണത് നോക്കേണ്ടത്. നോക്കിയില്ലെങ്കിലോ അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണിത്. അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണ് ചെറുപ്പക്കാരായത്. എന്തേ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വന്നത്? എന്തേ പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് മുസ്ലിം സമൂഹം ഒന്നടങ്കം വീണുപോയത്? എന്തേ GCC രാജ്യങ്ങള് അമേരിക്കക്കാരന്റെ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്? റാബിതത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മുസ്ലിം സംഘടന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇന്നലെ വരെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സംഭാവനകൾ നൽകിയപ്പോ ഇന്ന് റാബിതത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് ഒരു 5 കാശ് പോലും മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അമേരിക്കക്കാരന്റെ ഒപ്പ് വേണം, ട്രംപിന്റെ ഒപ്പ് വേണം. അമേരിക്കക്കാരന്റെ ഒപ്പില്ലാതെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞേക്കാനും സംഭാവന ചെയ്യാനും പറ്റാത്ത കാലമായി പോയത് നമ്മളാണ് ഉത്തരവാദി, അവരല്ല. നമ്മളാണ് ഉത്തരവാദി. ഞാൻ തന്ന 2 കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. മുസാഫ് എടുത്തിട്ട് മുറുകെ പിടിക്കാനല്ല, ഖുർആൻ കൊണ്ട് ജീവിക്കണം, ഖുർആൻ ഓതണം, ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഖുർആനിൽ പറഞ്ഞിട്ടില്ല റോഡ് സൈഡിൽ ഇങ്ങനെ ആടിപ്പാടി ദോശ മറിച്ചിടുന്നത് പോലെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓർണടിച്ചിട്ട് കല്യാണത്തിന് പോകാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്ത് സംസ്കാരാണത്? എന്ത് സംസ്കാരം? ചീഞ്ഞു നാറുന്ന സംസ്കാരം. പാശ്ചാത്യൻ പോലും ചെയ്യാൻ മടിക്കുന്ന സംസ്കാരം നമ്മൾ ചെയ്യാൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ഞങ്ങളൊക്കെ കാക്കണേ അല്ലാഹ്. എൻ്റെ ചെറുപ്പക്കാർക്കൊക്കെ നീ ബോധം നൽകണേ റബ്ബേ. ഇതൊക്കെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് പല സമയങ്ങളിൽ. എന്ത് രസമാണ് ഇതിൽ കിട്ടുന്നത് എന്ന് ആലോചിക്കുന്നത്. എന്ത് രസം, എന്ത് ടേസ്റ്റാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഈ റോഡിൽ ചട്ടിയിട്ട് ട്രൗസർ ഇട്ട് തുള്ളിയാലും ചാടിയാലും എന്ത് രസമാണ് ഇതിൽ ഇപ്പൊ കിട്ടാനുള്ളത്. എന്തേ ചിന്തിക്കാത്തത്? എന്തേ ബോധം വരാത്തത്? അലം യഅ്നി, സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? സമയമായിട്ടില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ
തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കാതോർത്തുകൊണ്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഅനി, സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? എപ്പ നന്നാവാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാത്തിരിക്കുന്നത്? ഈ ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കോമാളിത്തരങ്ങളും എന്ന് നിർത്താമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അലം യഅനി, ചെറുപ്പക്കാരാ, സമയമായിട്ടില്ലേ? സമയമായിട്ടില്ലേ? പറയൂ, ഞാൻ നന്നാവുകയാണ്. ബലാ യാ റബ്ബി വഖദ് ആൻ. അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്. അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്. ഇനി ഞാനില്ല തോന്നിവാസങ്ങൾക്ക്, കല്യാണത്തിന്റെ ആഭാസങ്ങളിലേക്ക് ഞങ്ങളില്ല. വഴിയോരങ്ങളിലെ ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് വഴിപ്പോക്കരായ ആളുകൾക്ക് അവരുടെ ശാപം വാങ്ങി ഗുരുത്തക്കേട് കാട്ടാൻ ഞങ്ങളില്ല. വഖദ് ആൻ, വഖദ് ആൻ, യാ റബ്ബി വഖദ് ആൻ. ഞാൻ നന്നാവാൻ, ഞാൻ നന്നാവാൻ. ആ ഒരു തീരുമാനം, ആ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, കഞ്ചാവിന്റെ അഡിക്റ്റ് ആയി പോവരുത്. കള്ള് കുടിപ്പിക്കട്ടെ. മത്തായി പോയാൽ കാല് മുറിക്കാൻ എളുപ്പമല്ലേ? വേണ്ട, ഹറാം കൊണ്ട് എന്റെ ശരീരത്തെ ചികിത്സിക്കരുത്. അവസാനം പറഞ്ഞത്, ബലാമായി നിങ്ങളുടെ ശരീരത്തെ 4-5 ആളുകൾ പിടിച്ചിട്ട് കൈയും കാലും കെട്ടിയിട്ട് നിങ്ങളുടെ കാല് മുറിക്കട്ടെ. വേണ്ട, ഇതിനേക്കാളും എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സമയം 12:03 ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ചോദിക്കുകയാണ്, പറയുകയാണ്, ബലമായിട്ട് എന്റെ കാല് മുറിക്കണ്ട, അതിനൊരു പരിഹാരം ഞാൻ തരാം. എന്താണ് ആ പരിഹാരം? വുളൂ ചെയ്തു നിസ്കാരത്തിലേക്ക് കടന്നു വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുകൂ ചെയ്തു, സുജൂദിൽ പോയി. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സുജൂദിൽ പോയാൽ എനിക്ക് പിന്നെ പരിസര ബോധം ഉണ്ടാവൂല. എൻ്റെ കാമുകനുമായി റബ്ബുമായി സംസാരത്തിലായിരിക്കും. കാമുകനാരാ? നമ്മുടെ കാമുകനാരാ? നമ്മുടെ കാമുകയാരാ? റബ്ബാണ്. കാമുകിയോട് ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വല്ലാത്ത ഗർജനത്തോടെ ട്രെയിൻ വന്നപ്പോൾ കേട്ടിട്ടില്ല, ട്രെയിനിന്റെ ചൂടം വിളി കേട്ടിട്ടില്ല. ഹെഡ്ഫോൺ വെച്ചിട്ട് കാമുകിയുമായി ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിന്റെ ശബ്ദം അറിഞ്ഞിട്ടില്ല, ഹോൺ അടിച്ചത് അറിഞ്ഞിട്ടില്ല, ചൂളം വിളി കേട്ടിട്ടില്ല, ലയിച്ചു പോയി കാമുകിയുമായി. അതേപോലെ യഥാർത്ഥ കാമുകനായ റബ്ബുമായി സുജൂദിൽ ലയിക്കുകയാണ്. ഞാനങ്ങനെ ലയിച്ചാൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ചു മാറ്റണം. അദ്ദേഹം സുജൂദിൽ കിടന്നു, നിശ്ചലനായി, പരിസരബോധമില്ല. ഡോക്ടർമാർ ഓടി വന്ന് കാല് മുറിച്ചു മാറ്റി. കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഒഴുകുമ്പോൾ ശക്തമായ ചുട്ടുപൊള്ളുന്ന എണ്ണ കൊണ്ടുവന്ന് രക്തം ഒഴുകാതിരിക്കാൻ ആ കാലിലേക്ക് ചുട്ടുപൊള്ളുന്ന തിളച്ചുമറിയുന്ന എണ്ണ വെച്ചപ്പോ അദ്ദേഹം റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ എന്ന് പറഞ്ഞു ബോധം കെട്ട് നിലത്തു വീണു. കാല് പച്ചക്കാലിങ്ങനെ മുറിക്കാൻ. മീശ എടുക്കുമ്പോ ചുണ്ട് മുറിഞ്ഞാ പഠിച്ചു ഓടിപ്പോവില്ല നമ്മള്, അല്ലെ? മീശ എടുക്കുമ്പോ ചുണ്ടെങ്ങാനും കത്രിക കൊണ്ടാ മതി, നമ്മൾ ഓടിപ്പോകൂലേ? നമ്മൾ ആലോചിക്കണം, കാല് തൊട ഇങ്ങനെ മുറിച്ചു മാറ്റി. രക്തം ഒഴുകുമ്പോ രക്തം ഒഴുകാതിരിക്കാൻ ശക്തമായി തിളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കി. അപ്പൊ ബോധം കെട്ടു. റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ. അല്ലാഹുവേ, നീ എന്റെ റബ്ബാണെന്നും എന്റെ ഹബീബ് പ്രവാചകനാണെന്നും നിന്റെ ദീനാണ് ഏറ്റവും നല്ല മതമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണു. പക്ഷേ ആ ബോധം കെട്ട് നിലത്ത് വീണതിനിടയിൽ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചുമോനെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. കൂനിന്മേൽ കുരു എന്ന് പറയൽ ഇതാണ്. ഒരു പ്രയാസം, അതിന്റെ മുകളിൽ വേറൊരു പ്രയാസം. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. കാല് മുറിച്ച് ബോധം കെട്ട് കിടക്കുമ്പോ പൊന്നുമോനെ ഒട്ടകം ചവിട്ടിക്കുന്നു. ആളുകൾ സംശയത്തിലായി. എന്താ ഇപ്പൊ പറയാ? കണ്ണു തുറന്നാൽ ഏത് വിഷയത്തിലാ സമാധാനിപ്പിക്കുക?
അവര് പറഞ്ഞു, ബോധം തുറന്നപ്പോ, കണ്ണ് തുറന്നപ്പോ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, നിങ്ങളുടെ മകൻ മരിച്ചു പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു തന്നതല്ലേ അള്ളാഹു കൊണ്ടുപോയത്. 4 മക്കളെ അള്ളാഹു എനിക്ക് തന്നു, അതിൽ നിന്ന് ഒരു മകനെയല്ലേ അള്ളാഹു കൊണ്ടുപോയത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്, പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മൾക്ക് ആരുണ്ട്? റോൾ മോഡൽ ഉണ്ട്. ഉർവ, ആർതർ ആഷ് എന്ന് പറയുന്ന ടെന്നീസ് കളിക്കാരന് ഉർവ എന്തല്ല റോൾ മോഡൽ അല്ല, നമ്മളെ റോൾ മോഡലാണ് ഉർവ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ, അല്ലാഹുവേ 4 മക്കളെ തന്നിട്ട് ഒരു മകനെയല്ലേ നീ കൊണ്ടുപോയത്. അൽഹംദുലില്ലാഹ്, 3 മക്കളെ നീ ഇവിടെ ബാക്കി വെച്ചല്ലോ. ഇത് പറയാൻ നമ്മൾക്ക് പറ്റോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മകൻ മരിച്ചാല് പെണ്ണുങ്ങൾ തലക്കടിച്ചു, തലമുടിയൊക്കെ പിരിച്ചെടുത്തു, കുപ്പായം കയറി, ഒച്ച വെച്ചു, ഒട്ടയസിച്ചു. എന്ത് നേട്ടം? മരിച്ച മകൻ തിരിച്ചു കിട്ടുവോ? മരിച്ചുപോയ മകൻ പുനർജനിക്കോ? ഇല്ല. എന്ത് നേട്ടം? അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ഒരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ഒരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും ഉടനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? അതെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. ഈ എനിക്ക് വന്ന മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണല്ലാ. എന്താ മുസീബത്ത്? എന്റെ മകൻ മരിച്ചു, ഞാൻ ക്ഷമിക്കുകയാണല്ലാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി. എന്റെ പൊന്നുമോൻ മരിച്ചുപോയി, അത് ഞാൻ ക്ഷമിച്ചത് കാരണം എനിക്ക് നീ കൂലി തരണേ അല്ലാ, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ മകന് പകരം നല്ല ഒരു പകരക്കാരനെ എനിക്ക് തരണേ അല്ലാ. ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മരിച്ചുപോയ മകനെക്കാളും നല്ലൊരു പകരം അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നതിൽ സംശയമില്ല. ഒരാളെ കയ്യിൽ ഐഫോൺ 5 ഉണ്ടായിരുന്നത്. ഐഫോൺ 5 പോകുന്ന വഴിയിൽ ബസ് ആരോ പോക്കറ്റ് അടിച്ചു. വീട്ടിലെത്തി നോക്കുമ്പോൾ ഐഫോൺ 5 ഇല്ല. അതന്നെ ഉപ്പാന്റെ കാലും കൈയും പിടിച്ചിട്ട്, ഉപ്പ എനിക്കൊരു ഐഫോൺ വേണം, ഒരു ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ. അങ്ങനെ ഉപ്പ കൊടുത്തതാ. 2 ദിവസമാകുമ്പോൾ അത് പോക്കറ്റ് അടിച്ചു. എന്താ പിന്നെ ചെയ്യാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ ആപ്പിൾ 5 നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതിൽ ഞാൻ ക്ഷമിക്കുകയാണ്. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിനേക്കാളും നല്ല ഒന്ന് എനിക്ക് പകരം തരണേ. ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയാൽ ആപ്പിൾ 6 നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയല്ല, ഞാൻ ഉദാഹരണം ആപ്പിൾ ആക്കിയതാണ്. നമ്മുടെയൊക്കെ ഒരു താല്പര്യമാണല്ലോ ആപ്പിൾ എന്ന് പറഞ്ഞ അല്ലേ? ഇല്ലാത്തവനും ഉള്ളവനൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. അപ്പോ ആപ്പിൾ 5 ആണ് നഷ്ടപ്പെട്ടത്. ദുആ ചെയ്തത് എന്താ? അല്ലാഹുവേ, ഞാൻ ക്ഷമിക്കുകയാണ്, എന്റെ ആപ്പിൾ പോയി, ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് ഇതിനേക്കാളും പകരം നീ തരണം. ഈ ദിക്ർ ഇങ്ങനെ പതിവാക്കുക. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ആപ്പിൾ 5 പകരം 6ഉം 7ഉം പഠിച്ചോൻ തരും. ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. എന്താ ആപ്പിളോ? എന്താ വേണ്ടത്? അല്ലാഹു നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു പകരം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 4 മക്കൾ ഉണ്ടായിട്ട് ഒരു മകൻ അല്ലാഹു കൊണ്ടുപോയി. അൽഹംദുലില്ലാഹ്, 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. 4 അവയവങ്ങൾ എനിക്കുണ്ടായി, ഒരു കാലല്ലേ കൊണ്ടുപോയത്, 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. 2 കാലും 2 കൈകളും തന്നിട്ട് ഒരു കാല് മാത്രം ബാക്കി, ഒരു കാല് മാത്രം കൊണ്ടുപോയി, 3 എണ്ണം നീ ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ഈമാനാണ് നമ്മൾക്ക് വേണ്ടത്. ഒരു ഹദീസും കൂടി, മാ യുസീബുൽ മുഅ്മിന മിൻ നസബിൻ. മുഅ്മിനായ സഹോദരൻ ഒരു ക്ഷീണമുണ്ടായാൽ, കേൾക്ക്, മുഅ്മിനായ മനുഷ്യൻ ഒരു ക്ഷീണമുണ്ടായാൽ, കൂലിപ്പണിയാണ്, നല്ല ക്ഷീണുണ്ടായി, കുഴപ്പമില്ല, അതിന് കൂലിയുണ്ട്. കൂലിപ്പണിയെടുത്ത് ക്ഷീണുണ്ടായി, ഡ്രൈവ് ചെയ്തിട്ട് ക്ഷീണുണ്ടായി, കൂലിയുണ്ട്.
ഒരു ക്ഷീണം ഒരു മുഅ്മിനായ സഹോദരനുണ്ടായാൽ, വലാ ബസബിൻ ഒരു രോഗമുണ്ടായാൽ, തലവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ക്യാൻസർ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു രോഗം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നൽകിയാൽ, വലാ ഹമ്മിൻ ദുഃഖമുണ്ടായാൽ, ദുഃഖം പൈസ ഇല്ലായിരിക്കുമ്പോ നല്ലോണം ദുഃഖം ഉണ്ടാവും അല്ലേ? ദുഃഖം ഉണ്ടായാൽ SSLC തോറ്റുപോയി ദുഃഖം ഉണ്ടാകും, മക്കള് തോറ്റുപോയി ദുഃഖം ഉണ്ടാകും. ആ ദുഃഖത്തിനൊക്കെ എന്തുണ്ട് പറയാൻ? വലാ ഹമ്മിൻ ദുഃഖമുണ്ടായാൽ, വലാ ഹുസ്നിൻ വിഷമമുണ്ടായാൽ, വലാ അദൻ ബുദ്ധിമുട്ടുണ്ടായാൽ, പോകുന്ന വഴിയിൽ കല്ല് തട്ടി വീഴാൻ പോയാൽ, നമ്മൾ നടന്നു പോകുമ്പോഴാണ് അറിയാതൊരു കല്ല് കാലിൽ തട്ടി വീഴാൻ പോയത്. വലാ അദൻ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, വലാ ഗമ്മിൻ അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, നടന്നു പോകുമ്പോഴാണ് കാലിലേക്ക് ഒരു മുള്ളു തറച്ചത്, നടന്നു പോകുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്, വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്. കാലിലേക്ക് തറക്കുന്ന ഒരു മുള്ളു പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അത് കാരണത്താൽ നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് അല്ലാഹു തിന്മകളെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷുഗർ വന്നാൽ 10,000 രോഗങ്ങളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. പ്രഷർ വന്നാൽ, കൊളസ്ട്രോൾ വന്നാൽ, മക്കള് മരിച്ചു പോയാൽ, SSLC ഒന്ന് തോറ്റുപോയാൽ, കാലിലേക്ക് ഒരു മുള്ളു തറച്ചാൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ, എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, ആ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ, ആ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ, അത് കാരണം അവന്റെ ജീവിതത്തിലെ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. പരീക്ഷണങ്ങൾക്ക് പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. അതുകൊണ്ട് രോഗം വരുമ്പോൾ അല്ലാഹുവിനെ കുറ്റം പറയണ്ട. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല രോഗം തന്നത്, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പരീക്ഷണം തന്നത്. ഇന്നല്ലാഹ അല്ലാഹു ഒരാൾക്ക് സ്വർഗത്തിന്റെ 100ാമത്തെ തട്ട് നൽകാൻ തീരുമാനിച്ചു. അമല് കൊണ്ട് അയാൾ ആ 100ാമത്തെ തട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ രോഗം നൽകിക്കൊണ്ട് അല്ലാഹു ആ 100ാമത്തെ തട്ടിലേക്ക് എത്തിക്കും. മക്കളെ എന്തെങ്കിലും മക്കളിൽ ഒരു പ്രയാസം നൽകിക്കൊണ്ട് 100ാമത്തെ ദർജയിൽ എത്തിക്കും. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധി നൽകിക്കൊണ്ട് അല്ലാഹു അയാളെ 100ാമത്തെ തട്ടിലേക്ക് എത്തിക്കും. നിസ്കാരമില്ല, നോമ്പില്ല, വലിയ അമലൊന്നുമില്ല, പക്ഷേ വലിയ കടക്കാരനായി, കാശില്ലാത്ത ദരിദ്രനായി ജീവിച്ചു. അതിലൊക്കെ അല്ലാഹു തന്നതല്ലേ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം. മക്കൾക്ക് 4 മക്കളാണ്, 4 മക്കൾക്കും ക്യാൻസറാണ്. അങ്ങനെ ആളില്ലേ? 2 കൈയില്ലാത്ത ഉപ്പമാരില്ല, മക്കൾക്ക് 2 കൈയില്ല. അങ്ങനെ എത്ര ഉപ്പമാരുണ്ട്?